ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിയാസ് കുക്കിംഗ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചെറി, 6 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 2 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ വീതം ഉണക്കമുന്തിരി 2 നിറത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി സോക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇത് വെക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പത പോലെയായി വരുന്ന ഈ ഒരു പാകത്തിൽ ആവുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദേഹത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് 1/2 കപ്പായി വരുന്നത് വരെ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ തിളച്ച് നന്നായി വറ്റി കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം. ഇനി കേക്ക് ബാറ്ററിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി 3 പ്രാവശ്യം നന്നായി ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. ഇതിൽ ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇതാ ഒട്ടും തന്നെ തരികളും കട്ടകളും ഒന്നും ഇല്ലാതെ തന്നെ നന്നായി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, 4-5 ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം ജാതിക്ക, 4-5 കരിയാമ്പൂ, ഇതെല്ലാം കൂടി പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ കുറച്ച് ഉയരത്തിലാക്കി കേക്ക് ടിൻ സെറ്റ് ചെയ്ത് വെക്കാം.
ഇപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇന്നലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ജ്യൂസിൻ്റെ അളവൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു 1-2 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സമയമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ ബാക്കിയായിട്ട് നിൽക്കുന്ന ആ ഓറഞ്ച് ജ്യൂസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇത്രയും ജ്യൂസാണ് ബാലൻസായി വന്നിട്ടുള്ളത്. ഈ ഒരു ജ്യൂസ് നമുക്ക് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുണ്ടായിരുന്ന പഞ്ചസാര പൊടിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു ബാറ്റർ ഡബിൾ സൈസ് ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ ഡബിൾ സൈസായി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെടുക്കുന്ന സമയത്ത് ഉൾവശത്തുള്ള വെള്ള നിറത്തിലുള്ള തൊലി പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കയ്പ്പായി പോവും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ ബാലൻസ് വന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സിറപ്പ് 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നട്ട്സ് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാറ്ററിലേക്ക് മൈദ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ പൊസിഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബാക്കി ഉണ്ടായിരുന്ന മൈദ മിക്സ് കൂടി ഇതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാറ്ററൊക്കെ നല്ല തിക്ക് ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈദ ചേർത്ത് കൊടുത്തതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബാറ്ററിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 50 to 55 മിനിറ്റ്സ് നമുക്കിത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ആ ബെൽ ഐക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.